ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു കപ്പ ആണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. കപ്പയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഇട്ടേക്കുന്നത്. മഞ്ഞ കപ്പ, ഉള്ളി ചേർത്ത കപ്പ. അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാവേ. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഒരു 10-15 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞിട്ട് അത് ഒന്ന് വഴന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില, ഈ കപ്പയ്ക്ക് കറിവേപ്പില നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒരു 2-3 ചുള വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഇട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ വലുതായിട്ട് അരിഞ്ഞില്ല, അത് കടിക്കുമ്പോൾ കപ്പയുടെ കൂടെ കടിക്കുമ്പോൾ ഒരു സുഖമില്ല, അത് തന്നെ കൊത്തി അരിഞ്ഞെടുത്താണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പൊക്കോളും. അപ്പോൾ അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നന്നായിട്ട് മൂത്ത് വരട്ടെ. എത്ര കറിവേപ്പില ഇട്ടാലും അത്രയും രുചിയാണ് ഇതിനകത്ത് കേട്ടോ. ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് 2 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, അതിനകത്ത് നല്ല എരിവാണ്. ആ ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ കറിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് കാണണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മൊരിച്ച് നല്ല ഗോൾഡൻ നിറത്തിലാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. നല്ല ഗ്രേവിയായിട്ട് നല്ല എരിവായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കന് ഞാൻ മാംസം മാത്രമേ അധികം എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ല് കുറച്ച് കുറവാണ്. കപ്പയുടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയൊരു ചിക്കനാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് കപ്പ റെഡിയാക്കിയിട്ട് വരാം. ഉള്ളി നന്നായിട്ട് മൂത്തൊക്കെ വരുന്നുണ്ട്. ഈ ഉള്ളി മൂക്കണതിനനുസരിച്ചിരിക്കും കപ്പയുടെ രുചി കേട്ടോ. അത്രയ്ക്ക് നല്ല, ഇതിനകത്ത് സവാളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നല്ല വലിയ ഉള്ളിയാണ് എനിക്ക് ചെറിയ ഉള്ളി കിട്ടിയത്. അത് ഇതുപോലെ തന്നെ നന്നായിട്ട് മൂത്ത് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക രുചിയാണ് ഈ കപ്പയ്ക്ക് കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞളും പൊടിയും കൂടി ഇട്ടതിന് ശേഷം മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നല്ല മൂത്ത് വന്നതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ നന്നായിട്ട് വേവുന്ന കപ്പ കേട്ടോ. ഞാൻ അധികം വേഗം നിന്നില്ല, കാരണം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലാതെ ഇരിക്കില്ലേ. അപ്പോൾ കപ്പയും ചിക്കനും ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ടല്ല വേവിച്ചത്, വേറെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്ത കേട്ടോ. അപ്പോൾ കപ്പയും ബീഫും ആണെന്നുണ്ടെങ്കിൽ കപ്പ ബിരിയാണിക്ക് ബീഫ് നന്നായിട്ട് ഇതിനകത്തിട്ട് കുഴച്ച് ഇങ്ങനെ എടുക്കും. അത് എന്തോ അത്ര ഇഷ്ടമല്ല. ഒന്നാമത്തെ എനിക്ക് ബീഫ് അത്ര കാര്യമില്ല. അപ്പം ഞാൻ ഇത്തവണ ചിക്കൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനും കപ്പയും വേറെ എടുത്തിട്ട് കഴിക്കാമെന്നുള്ളൊരു ഇതിലാണ് കപ്പ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ സാധാരണ തേങ്ങയൊക്കെ ചതച്ചിട്ട് ഒരു തോരൻ പോലെയൊക്കെ ഇത്തിരി ജ്യൂസി ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഇതുപോലെ ഉള്ളിയൊക്കെ ചതച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇലയിൽ വെച്ചൊരു പ്രത്യേകതയായിട്ടോ ഇതിന്, ഈ ചൂടുള്ള കപ്പയും ഈ ചിക്കനും കൂടി ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. ഇലയിൽ കഴിക്കുമ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ, എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു, ശരിക്കും ബീഫും കപ്പയാണ് കോമ്പിനേഷൻ. അപ്പോൾ ഞാനൊന്ന് ചിക്കൻ ഉണ്ടാക്കി നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം. ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.